അതായത് റാൽക്കോടെ 130 70 17 എൻ്റെ മോനെ പൊളി. അതായത് നമ്മൾ ഊരി കൊടുത്തിട്ട് പുള്ളി മാറി കഴിഞ്ഞു. കൈ മൊത്തം കരിയായിരുന്നു. ഇതുണ്ടോ മൊത്തം മഞ്ഞ് കയറി കിടക്കുന്നത്. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നിങ്ങൾ കുറേ നാളായിട്ട് ചോദിക്കുന്നുണ്ട് RTR എന്ത് RTR കാണാനില്ലെന്നുള്ളതൊക്കെ. അപ്പോൾ ദേണ്ടേ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടീനെ കുറിച്ചുള്ളതാണ്. അതായത് അപ്പോൾ ഇത്രയും നാളും നമ്മുടെ വണ്ടി കൊണ്ടുവരാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ട ടയറിൻ്റെ ഒരു അവസ്ഥ കണ്ട മൊത്തം നൂലായിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി എടുക്കാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയിട്ട് ഒരു ടയർ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ ഒരു ടയർ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടയർ വാങ്ങിക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പം നമ്മൾ എവിടെ നിന്ന് വാങ്ങിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടപ്പനയിൽ പോയാണ് വാങ്ങിക്കുന്നത്. കാരണം അവിടെ ആ ഒരു ടയർ ഇപ്പോൾ ഇരിപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ നേരെ അങ്ങോട്ട് പോകുക കേട്ടോ. ഇതേ ഗോകുലും ഉണ്ട്, ഞാനും ഉണ്ട് കേട്ടോ, പിന്നെ നമ്മുടെ ചെറുക്കനും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ കട്ടപ്പനയ്ക്ക് പോകാം. ഇവിടെ ഇപ്പോൾ ഒരു നല്ല അടിപൊളി ഒരു സ്പോട്ട് കണ്ടപ്പം നിർത്തിയതാട്ടോ. ഇത് കണ്ടോ, നല്ല രസമില്ല ഇത്രയും ഒരു ഭാഗത്ത്, അടിപൊളിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് കട്ടപ്പനയ്ക്ക് പോകാം. കട്ടപ്പനയ്ക്ക് പോയിട്ട് ടയർ വാങ്ങിക്കണം. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. ഇത്രയും നാൾ വണ്ടി കൊണ്ടുവരാൻ ഞാൻ എൻ്റെ കാരണം ടയറില്ലാഞ്ഞുകൊണ്ട് മാത്രമല്ല, വണ്ടിക്ക് കുറച്ച് പണികളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വണ്ടി കൊണ്ടുവരാഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അത് ഫുള്ള് സെറ്റാക്കണം. അത് സെറ്റാക്കിയിട്ട് വേണം കുറച്ച് പവറാക്കാനായിട്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ ഒരു ഹാൻഡിലും ഞാൻ ഡ്യൂക്കിൻ്റെ തന്നെ തിരിച്ച് കയറ്റും. മറ്റേ ഹാൻഡിൽ ബെൻഡ് ആയതുകൊണ്ടാണ് ആ ഒരു ഹാൻഡിൽ നമ്മൾ ചേഞ്ച് ചെയ്തത് കേട്ടോ. അതായത് ഇപ്പോൾ സ്റ്റോക്കാക്കി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മറ്റേ ഹാൻഡിൽ തന്നെ കയറണം. കാരണം എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുന്നത്, കുറച്ച് കംഫർട്ടായിട്ട് തോന്നിയത് മറ്റേത് തന്നെയാണ്. ഇയാൾ തന്നെ റോഡിന് നടുക്കൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു ഇതായിട്ട് തോന്നിയത്. അപ്പോൾ എന്തായാലും അത് തന്നെ ഞാൻ കയറ്റാനുള്ള പ്ലാനിങ്ങിലാണ്. ഇനിയിപ്പം എറണാകുളം എല്ലാം പോകുമ്പോൾ, എറണാകുളം കോട്ടയം എല്ലാം പോകുമ്പോൾ ഇനിയിപ്പോൾ ആ ഒരു ഹാൻഡിൽ വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ള പ്ലാനിങ് ആണ്. എന്തായാലും നമുക്ക് സെറ്റാക്കാം. ഈ ഒരു വണ്ടി ഇവിടെ കിടക്കുന്നത്, ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈഡ്. അതായത് ഈയിടെ ടാറിങ് ഒക്കെ ചെയ്തതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞായിരുന്നു ഈ ഒരു സൈഡ് ടാർ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി ഇട്ടേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു സൈഡും കൂടെ അവർ കോൺക്രീറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇപ്പം അത്യാവശ്യം വെയിലുണ്ട്. കുറച്ച് മുമ്പേ വരെ മഴയായിരുന്നു. ഇപ്പം അത്യാവശ്യം വെയിലായിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ നല്ല രസമില്ല, ആകാശമൊക്കെ നോക്കിയേ. മൊത്തം അത്യാവശ്യം കാർമേഘമുണ്ട്, എന്നാലും പിന്നെയും കുറച്ച് ഭാഗങ്ങളൊക്കെ നീല കളറിൽ ഇരിപ്പുണ്ട് കേട്ടോ. മഴ പെയ്യാതിരുന്നാൽ മതി. മഴ പെയ്ത് കഴിഞ്ഞാൽ ശോകമായി പോവും. കാരണം നമ്മൾ റെയിൻകോട്ട് ഒന്നും എടുത്തില്ല. പിന്നെ ഈ മൈക്കിൻ്റെ അകത്തൊക്കെ വെള്ളം കയറുമെന്നും ഡൗട്ടല്ല, ഉറപ്പാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറുമെന്ന് 100% ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് മഴ പെയ്യാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പുളിയമലയാണ്, നമുക്ക് അറിയാമായിരിക്കും. ഓക്കെ, നമ്മൾ കട്ടപ്പന എത്തിയിട്ടുണ്ട്. അവിടെ ഭയങ്കര ട്രാഫിക്കായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അവിടെ ടൗണിൽ വെച്ചൊന്ന് വീഡിയോ എടുക്കാഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ടയർ നോക്കാം. അതായത് ഞാൻ അവിടെ പോയി ചോദിച്ചിട്ടുണ്ട് സാധനം. ഇനിയിപ്പോൾ തീർന്നു പോയൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ എടുക്കാൻ പോകുന്ന ടയർ ഏതാണെന്ന് ഇപ്പോൾ അറിയാൻ പറ്റും കേട്ടോ. എന്തായാലും അവിടെ എത്തി. അപ്പുറത്തെങ്ങാണ്ടൊരു കടയുണ്ട്. എവിടുന്ന് അറിയത്തില്ല, ഇറങ്ങ. റാൽക്കോടെ ടയറുണ്ടോ? ടയർ ബായ്ക്ക് 130 60 17. ഓക്കെ,
എന്നാൽ ഇതെടുത്തോയേ, ഇതെടുത്തോന്ന്. നമ്മൾ വാങ്ങിച്ചത് ടയർ ഇതാ കേട്ടോ. അതായത് റാൽക്കോടെ 130 70 17ആണിത്. കുഴപ്പമില്ല, ഇതെടുത്തിടാം. ഇനിയിപ്പോൾ ഇത് ഇട്ട് കുറച്ച് പൊളിക്കാനുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പവറൊക്കെ എന്നാ പിടിയടാ. ഇനിയിപ്പോൾ അപ്പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് മാറണം കേട്ടോ. ഇവിടെ മാറുമോ എന്നറിയത്തില്ല, അവിടെ ഒന്ന് ചോദിച്ചു വാങ്ങിക്കാടാ. ഇപ്പോൾ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ. അയ്യോ, ഇത് നമ്മളിപ്പോൾ ടയർ മാറാൻ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പം അവിടെ മാറത്തില്ല, അതുകൊണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒരു ഷോപ്പുണ്ട്, അപ്പോൾ നേരെ അങ്ങോട്ട് പോകാൻ നോക്കൂ. അയ്യോ, മഴ ചാറി ഗൈസ്, മഴ ചാറി. നമ്മളിത് ഇവിടെ വന്നു, വേറൊരു കടയിൽ വന്നു കേട്ടോ. അപ്പോൾ അവിടെ തിരക്കായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വേറൊരു കടയിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഊരി കൊടുക്കണം. ഊരി കൊടുത്തിട്ട് നമുക്ക് ടയർ മാറാട്ടോ. അത് കുഴപ്പമില്ല. സാധനം ഇവിടെ ഊരുന്നുണ്ട്. ടയറിൻ്റെ അവസ്ഥ ഉണ്ടോ, മൊത്തം തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ മറ്റേതും കൂടെ കയറ്റി ഇടണം. ഓക്കെ, ടയർ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ, പൊളി. ഇനിയിപ്പോൾ ഇത് കയറ്റി സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗായ്സ്, ടയറൊക്കെ നമ്മൾ തന്നെ മാറി കേട്ടോ. അതായത് നമ്മൾ ഊരി കൊടുത്തിട്ട് പുള്ളി മാറി കഴിഞ്ഞു. കൈ മൊത്തം കരിയായിരുന്നു, കണ്ടില്ല, ഇപ്പോഴും ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, കാരണം ഇപ്പോൾ എന്നാ പറയുന്നത്, ഇത് ഊരാൻ ഇച്ചിരി പാടായിരുന്നു. മീൻസ് എല്ലാ വണ്ടിക്കും നോർമലായിട്ട് ഇതിൻ്റെ 200 എല്ലാം ഇച്ചിരി പാടാണ്. അതായത് ഊരാൻ എളുപ്പമാണ്, തിരിച്ച് കയറ്റിയിടാൻ ഇച്ചിരി പാടാണ്. അതായത് ഈ ഒരു ഡിസ്കിൻ്റെ കാലിപ്പറിൻ്റെ ആ ഒരു പീസ് കയറണമെങ്കിൽ ഇച്ചിരി പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തന്നെ അങ്ങ് ഊരി കൊടുത്തു. സാധനമെല്ലാം സെറ്റായി. ഇനിയിപ്പോൾ പുള്ളിക്ക് പൈസ കൊടുക്കണം, പുള്ളി അവിടെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ തിരിച്ചു പോവാം, അല്ലേ? നോക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ടയറൊക്കെ മാറി, ഇനിയിപ്പോൾ ഇച്ചിരി പവറായില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നോക്കട്ടെ, ഒരു ഓഫ് റോഡ് അടിക്കാൻ പോകാൻ പറ്റുമോയെന്ന് എന്തായാലും നോക്കിയിട്ട് കാണാം കേട്ടോ. ടയറൊക്കെ മാറിക്കഴിഞ്ഞാൽ വണ്ടി നല്ല അടിപൊളിയായി കേട്ടോ. നമ്മളിത് ഈ ഒരു കടയിൽ നിന്നാണ് ടയർ മാറിയത്. ഇതല്ല കേട്ടോ അതിൻ്റെ പുറകിൽ. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, നോക്കട്ടെ. ഇതിലേലും പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് നൈസിന് ചാടാം. പക്ഷെ ഇന്ന് എന്നാന്നറിയത്തില്ല, ഇന്ന് ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ട്രാഫിക്ക്. അതെന്നാ പരിപാടിയാണ് കാണിച്ചത് അല്ലേ? എന്തായാലും കൊള്ളാം. വണ്ടി ഇപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, ടയർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ ടയർ മാറിയതോടെ അത്യാവശ്യം നല്ല രസമായി വണ്ടി ഓടിക്കാനായിട്ട്. മീൻസ് എന്താ പറയുക, നല്ല ഒരു സ്മൂത്തായി കേട്ടോ വണ്ടി. നമ്മളത് ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. കാരണം മഴ പെയ്യാൻ പോവാ കേട്ടോ. മഴ ഇത്രയും നേരം ചാറുന്നുണ്ടായി, നമ്മുടെ ഇങ്ങനെ ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ നാളത്തേക്ക് വല്ലതും പോകാമെന്ന് വെച്ചു. കാരണം ഇപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നനഞ്ഞ് കുളിച്ചേ വരത്തുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് ഇപ്പം പോകുന്നില്ല, നമുക്ക് നാളത്തേക്ക് പോകാം. കാരണം ടയറൊക്കെ മാറിക്കഴിഞ്ഞൊരു ഓഫ് റോഡൊക്കെ അടിച്ചില്ലെങ്കിൽ പിന്നെ എന്ത്. അതും ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്യുവൽ പർപ്പസ് ടയറാണ്, അതായത് ഓൺ റോഡും ഓഫ് റോഡും. അപ്പോഴേക്കും എന്താ പറയുന്നത്, സെമി ഓഫ് റോഡ്, അത് അപ്പോൾ അങ്ങനത്തെ ഒരു ടയറും കൂടാണ്. ഗ്രിപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് കോർണറും ചെയ്യാൻ പറ്റുന്നുണ്ട്, സീനൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പം ഇതിൻ്റെ ഒരു ഓഫ് റോഡ് വീഡിയോയും കൂടെ നമുക്ക് എന്തായാലും എടുത്തേക്കാം. കാരണം ഇത് ഇട്ടിട്ട് ഓഫ് റോഡ് പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. അപ്പോൾ അതും കൂടെ എന്തായാലും നമുക്ക് പോയി എടുക്കാം കേട്ടോ. അതിപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നനഞ്ഞ് കുളിക്കും. ഇനിയിപ്പം നാളെ വല്ല വാട്ടെ. നമ്മളിനിയിപ്പം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന വഴിയല്ല, ഇനിയിപ്പം പാമ്പാടുംപാറ വഴിയാണ് പോകുന്നത്. കാരണം പാമ്പാടുംപാറ പോയി ഒരു ചായയൊക്കെ കുടിച്ച് ഒരു എന്താ പറയുന്നത്, അവിടെ ഒരു നൈസ് ഒരു സ്പോട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെയും കൂടെ പോയി ചുമ്മാ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ നൈസിന് ഇതിലേ കയറി കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നല്ല റോഡിൽ ചെന്നിട്ട് കാണാം. ഞാൻ ദേ ഒരു കടിഞ്ചായ വാങ്ങിച്ചു, അവനൊരു ചായയും കുടിച്ചു കേട്ടോ. മഴയായിപ്പോൾ ഇല്ലേ വണ്ടി ഇരിക്കുന്നത്, ഒത്തിരി വെളിയിലേക്ക് ഇറങ്ങാൻ വയ്യ. അപ്പോൾ ഇതൊക്കെ ഇനി കുടിച്ചിട്ട് മഴയൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇപ്പം ചെറുതായിട്ട് മഴയൊന്ന് കുറഞ്ഞു. മഴ ചാറുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല കേട്ടോ. എന്തായാലും നമുക്ക് നൈസിന് അങ്ങോട്ട് പോവാം. അപ്പോഴേക്ക് ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് ചാറുന്നുണ്ട്. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പറയുക, അതായത് എന്താ പറയുന്നത്, നമ്മുടെ ഈ വണ്ടി ഈ ഒരു ലുക്കായിരുന്നോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ നമ്മുടെ പഴയ ലുക്കായിരുന്നു, അതായത് ടെയിൽ ടൈഡിയൊക്കെ ചെയ്ത് ഡ്യൂക്കിൻ്റെ ഹാൻഡിലൊക്കെ വെച്ച് ആ ഒരു ലുക്കായിരുന്നു ഇഷ്ടമെന്ന് പറയണം കേട്ടോ. അത് പിന്നെ നമ്മുടെ ഡിസ്കവറിൻ്റെ ഹാൻഡ് ഗ്രാബും കൂടെ വെച്ചിട്ടുള്ള ലുക്ക്. അപ്പോൾ അതാണോ ഇതാണോ നിങ്ങൾക്ക് കൂടുതലിഷ്ടം എന്നൊന്ന് പറയുക. എന്തായാലും ഞാൻ തിരിച്ച് പശു ചാടരുത്, തിരിച്ച് ആ ഒരു ലുക്ക് തന്നെ ആക്കാനൊരു പ്ലാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് സെറ്റാക്കണം. അപ്പോൾ നിങ്ങളും ജസ്റ്റ് പറയാം കേട്ടോ, നിങ്ങൾക്ക് ഏതൊരു ലുക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ നൈസിന് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പോട്ട് കേട്ടോ. മഴ ചാറുന്നുണ്ട്, അതുകൊണ്ട് ഒത്തിരി നേരം എടുക്കുന്നില്ല. ഇത് നോക്കിക്കേ, ഇത് കണ്ടോ മൊത്തം മഞ്ഞ് കയറി കിടക്കുന്നത്. വേറെ വൈബാണ് കേട്ടോ ശരിക്കും ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കണ്ടോ എന്നാ രസമാണെന്ന് നോക്കിയാൽ, ഫുള്ള് മഞ്ഞൊക്കെ കയറി വൻ സെറ്റപ്പ്. അതായത് മഴ സമയത്ത് നമ്മുടെ ഇടുക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ്. ഒരു ബസ്സൊക്കെ തോന്നുന്നു നോക്കിയേ. ഹലോ, സോ മെനി ഗേൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എടാ അവരെല്ലാം ഇങ്ങോട്ട് പോയിക്കൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ച. ഈ ഒരു ഭാഗം മൊത്തം മഞ്ഞ് കയറി പോകുന്നുണ്ട്. ഇത് അവിടെ എല്ലാം മഞ്ഞാട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നൈസിന് അങ്ങോട്ട് പോവാം, മഴ ചാറാൻ തുടങ്ങി. നമ്മളിത് തിരിച്ചു വന്നു കേട്ടോ. ഇത്രയും ദൂരം മഴയായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ ഒരു ടയർ ഇട്ടിട്ടുള്ള ഓഫ് റോഡിൻ്റെ വീഡിയോ അതെന്തായാലും അടുത്ത വീഡിയോ ഏതായിരിക്കും കേട്ടോ. അത് അതിനെക്കുറിച്ചുള്ളതായിരിക്കും. നമ്മളൊരു ഓഫ് റോഡ് പോകും, ലാസ്റ്റ് ആ ടയറിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം കേട്ടോ. എന്തായാലും അടിപൊളി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നാളെ അറിയാം. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ബൈ ബൈ.